ഇതിപ്പോൾ ദൈവതുല്യരെ പോലെ കരുതുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതി മാത്രമല്ല, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പോലെ ദൈവതുല്യരെ പോലെ കരുതുന്ന മനുഷ്യർ ഈ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചെയ്യുന്നു, അവർ സംശയങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് വരുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ നമുക്കറിയാം, തന്ത്രിക്കുള്ള ഒരു തന്ത്രി എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യർ സാധാരണക്കാരായ വിശ്വാസികളുടെ മനസ്സിൽ അത്രയും ഇടം പിടിച്ചിട്ടുള്ള ആളുകളാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് ഇത് വലിയൊരു ഇതിൻ്റെ ഒരു വ്യാപ്തി വീണ്ടും വീണ്ടും കൂടുന്നതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മിത, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം തന്ത്രി കണ്ഠരര് രാജീവർ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറസ്റ്റിന് തൊട്ട് മുമ്പുള്ള നടപടിക്രമത്തിലേക്ക് അന്വേഷണ സംഘം മാറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ. ഇത് നേരത്തെ പത്മകുമാർ ഒരു സമയത്ത് ദൈവതുല്യൻ എന്ന് പറഞ്ഞത് അത് തന്ത്രിയാണോ മന്ത്രിയാണോ എന്നായിരുന്നു അന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ ചോദ്യം. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ ആ ദൈവതുല്യൻ അത് തന്ത്രിയോ മന്ത്രിയോ എന്നായിരുന്നു അന്ന് ഉയർന്ന ചോദ്യം. ആ ചോദ്യത്തിലെ ഉത്തരം കിട്ടുകയാണോ SITയുടെ ഈ നടപടി എന്ന സംശയമാണ് ബലപ്പെടുന്നത്. നമുക്കറിയാം, സ്മിത പറഞ്ഞതുപോലെ ശബരിമലയുടെ കാര്യത്തിൽ എന്നല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ കാര്യത്തിലും ആത്യന്തികമായി അവിടുത്തെ തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഉള്ളത് ആ ക്ഷേത്രത്തിലെ തന്ത്രിക്ക് തന്നെയാണ്, ആ തന്ത്രിക അവകാശമുള്ള ആൾക്ക് തന്നെയാണ്. ഈ സമയത്ത്, അതായത് ഈ സ്വർണ്ണക്കൊള്ളയുടെ സമയത്ത് ആ കാലത്ത് താന്ത്രിക അവകാശം കണ്ഠരര് രാജീവർക്കായിരുന്നു. പിന്നീട് ആ കുടുംബത്തിലുള്ളവർക്ക് മാറി മാറി ആ അവകാശം വരാറുണ്ടെങ്കിലും അന്ന് കണ്ഠരര് രാജീവരായിരുന്നു അതിന്റെ താന്ത്രിക അവകാശം ഉണ്ടായിരുന്നയാൾ. അതുകൊണ്ട് സ്വാഭാവികമായും ആ സമയത്ത് അവിടെ നടന്നിരിക്കുന്ന എല്ലാ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, പ്രത്യേകിച്ച് ശ്രീകോവിൽ അടക്കം അതിന് അനുബന്ധമായ ദ്വാരപാല പാളികൾ ഉൾപ്പെടെ അതിന്റെ എല്ലാം അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് തന്ത്രി തന്നെയാണ്. സ്വാഭാവികമായും ചോദ്യങ്ങൾ ഏറെയുണ്ട്. നമ്മൾ അരുൺ രാജിലേക്കാണ് പോകുന്നത്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കസ്റ്റഡിയിലേക്ക് മാറ്റി, അറസ്റ്റ് ഔദ്യോഗികമായി എപ്പോൾ വേണമെങ്കിലും രേഖപ്പെടുത്താം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലേ അരുൺ? വിജയകുമാർ, തീർച്ചയായും ഇന്ന് വൈകിട്ടോടെ തന്നെ തന്ത്രി രാജീവ് കണ്ഠരരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ SIT വേഗത്തിലാക്കുന്നു. കാരണം ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ അതീവ നിർണായകമായി തന്നെയാണ് പോകുന്നത്. നമുക്ക് SITയിൽ നിന്ന് സൂചന ലഭിച്ചത് അത് 11 മണിയോടെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി നിരവധി ഘട്ടങ്ങൾ ശ്രമിച്ചെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ മാത്രം അറിവോടെയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. അതിൽ 3 കാര്യങ്ങളാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവിലേക്ക് എത്തിയതെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം നൽകിയ മൊഴി, അതിൽ നിന്ന് ഭിന്നമായി പിന്നീട് ജയിലിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യൽ നൽകിയ മൊഴി, പത്മകുമാറിന് ലഭിച്ച വിവരങ്ങൾ. ഒടുവിൽ തന്ത്രിയെ ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയായിരുന്നു. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, ശബരിമലയിൽ വന്ന് ഈ സഹായിയായി നിന്നപ്പോൾ മാത്രമാണ് പരിചയം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് തന്ത്രിയുടെ നിർദ്ദേശാനുസരണം തന്ത്രിയുടെ ഒരാളായി തന്നെയാണ് ശബരിമലയിലേക്ക് താൻ എത്തിയത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ മൊഴി. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് മാത്രമാണ് ഈ കാര്യങ്ങളിൽ താൻ തന്ത്രിയുമായി എല്ലാ കാര്യങ്ങളും കൂടിയാലോചനകൾ നടത്താറുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ SITക്ക് ഒരു സംശയം തോന്നിയത് എന്തുകൊണ്ടാണ് തന്ത്രിയെ റെക്കമെൻഡ് ചെയ്തത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റെക്കമെൻഡ് ചെയ്തത് തന്ത്രിയാണെങ്കിൽ തന്ത്രി എന്തുകൊണ്ട് പിന്നീട് അത് നിഷേധിച്ചു? അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിലൊരു കള്ളത്തരം എവിടെയോ ഉണ്ടോ എന്ന സംശയം SITക്ക് നിഴലിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT ആദ്യഘട്ടത്തിൽ തന്ത്രിയെ വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിലും തന്ത്രി മൊഴി മാറ്റാൻ തയ്യാറായില്ല. ഒടുവിൽ പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തുകയായിരുന്നു. അതായത് ഒരു കൂട്ട കച്ചവടം നടത്തിയപ്പോൾ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ കൂടെ നിന്ന ഈ കള്ളന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ തന്റെ കൂടെ നിന്ന ഈ സഹായികളെ കുറിച്ചുള്ള വിവരം അത് പരസ്പരം പങ്കുവച്ചിരുന്നു. അങ്ങനെയാണ് പത്മകുമാറിനും തന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ പത്മകുമാർ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞു. നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാം വിജയകുമാർ, കാരണം ദൈവതുല്യനായ ആൾ മന്ത്രിയല്ല, അത് തന്ത്രി തന്നെയാണ്. ആ തന്ത്രിയിലേക്കാണ് പത്മകുമാർ എന്ന് വിരൽ ചൂണ്ടിയത്. പത്മകുമാർ അന്ന് പറഞ്ഞത് വെറുതെയല്ല എന്നുകൂടി ഉറപ്പിക്കാവുന്നതാണ്. എന്തായാലും തന്ത്രിയെ ഇന്ന് രാവിലെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ തന്ത്രിക്ക് ആദ്യം പറയാനുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷമാണ് തന്ത്രി തന്നെ ഇക്കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വെച്ചുകൊണ്ടാണ് തന്ത്രിയുടെ മറുപടിയെ ആദ്യം SIT ഖണ്ഡിച്ചത്. പക്ഷേ അതിലെല്ലാം തന്ത്രി പറഞ്ഞത് തനിക്ക് ബന്ധമില്ല, തന്നെ ഒരു മേൽശാന്തി പരിചയപ്പെടുത്തുകയാണ്, അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെട്ടത് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റെക്കമെൻഡ് ചെയ്തതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചില ഇടപാടുകൾക്കും
തന്ത്രി മേൽനോട്ടം വഹിച്ചിരുന്നു. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വളരെ വേഗത്തിൽ SITക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അന്വേഷണ സംഘം ഉറപ്പാണ്, അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത്. ഇതിന് പിന്നാലെ പത്മകുമാറിന്റെ മൊഴിയും തന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞു. എന്തായാലും ഒടുവിൽ തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സമ്മതം അറിയിച്ചു എന്നുള്ള വിവരമാണ് താൻ ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ തനിക്ക് കൂടി അറിവുണ്ടായിരുന്നു. പക്ഷേ ഈ കൊള്ള അതിൽ ഇനി എത്രമാത്രം തന്ത്രിയുടെ പങ്കുണ്ട്, തന്ത്രിക്ക് ഇതിൽ എത്രമാത്രം വിഹിതം പ്രധാനപ്പെട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.